പക്ഷെ ആ സമയത്ത് വേറൊരു പ്രശ്നം പറ്റി. ആ ഇടയ്ക്കാണ് ഒരു ദൂരദേശത്ത് നിന്നൊരു പണ്ഡിതൻ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയിട്ട് മറ്റെല്ലാ പണ്ഡിതന്മാരെയും വെല്ലുവിളിച്ചിരിക്കുകയാണ്. തന്നെ തർക്കത്തിൽ തോൽപ്പിക്കാൻ സാധിച്ചാൽ ഓക്കെ, അതല്ലെങ്കിൽ താൻ കൊടുക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങണം എന്നായിരുന്നു കണ്ടീഷൻ. അപ്രകാരം ഒരുപാട് പണ്ഡിതന്മാരെത്തി. തന്നോട് തർക്കത്തിൽ തോൽക്കുന്നവരെ എല്ലാം ഇദ്ദേഹം വെള്ളത്തിൽ മുക്കിക്കൊല്ലും. അങ്ങനെയായിരുന്നു നിബന്ധന. അങ്ങനെ അദ്ദേഹത്തിന് മുൻപിലെത്തിയ എല്ലാ പണ്ഡിതന്മാരെയും ഇദ്ദേഹം തോൽപ്പിച്ച്, ഈ വന്തി എന്ന് പേരുള്ള ഈ പണ്ഡിതൻ തോൽപ്പിച്ച് വെള്ളത്തിൽ മുക്കിക്കൊന്നു. അതറിയാതെയാണ് അവിടേക്ക് കഹോടൻ എത്തിച്ചേർന്നത്. അങ്ങനെ കഹോടനും ഇദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടി വന്നു. കഹോടൻ ഇദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് മുമ്പിൽ പരാജയപ്പെടുകയും ചെയ്തു. പരാജയപ്പെട്ട കഹോടനെ വന്തി ജലത്തിൽ മുക്കിക്കൊന്നു. പക്ഷേ ഈ കാര്യം അഷ്ടാവക്രൻ അറിയുന്നത് കുറച്ച് പ്രായമായതിനു ശേഷമാണ്. അഷ്ടാവക്രൻ ജനിച്ച് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായ ഉദ്ദാലക മഹർഷി വളരെ ഭംഗിയായി ഉപനയനാദി സംസ്കാരങ്ങളൊക്കെ ചെയ്ത് വിദ്യ അഭ്യസിപ്പിച്ച് വളരെ ശ്രേഷ്ഠനാക്കി തീർത്തു. അറിവുകൊണ്ട് ഏറ്റവും ഉയർന്ന പദവിയിലാണെങ്കിൽ പോലും കണ്ടാൽ വളരെ വിരൂപനായിരുന്ന അഷ്ടാവക്രനെ സമൂഹത്തിൽ ആരും അത്ര തിരിച്ചറിഞ്ഞില്ല. കുറച്ചു കാലം കഴിഞ്ഞാണ് തൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു ദുർഗതി ഉണ്ടായി എന്നുള്ളത് അമ്മയുടെ വായിൽ നിന്ന് ഇദ്ദേഹം കേട്ടത്. അത് കേട്ട അഷ്ടാവക്രൻ നേരെ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ ഉണ്ടായിരുന്ന കാവൽക്കാർ ഇദ്ദേഹത്തിനെ തടഞ്ഞു. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനം തിരിച്ചറിഞ്ഞ് അവർ അദ്ദേഹത്തിനെ ഉള്ളിലേക്ക് കയറ്റിവിട്ടു. രാജസദസ്സിലേക്ക് കയറി വരുന്ന അഷ്ടാവക്രനെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പരിഹസിച്ച് ഉറക്കെ ചിരിച്ചു. ഇവരെല്ലാവരും ചിരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ കൂടെ അവരെക്കാൾ ഉച്ചത്തിൽ അഷ്ടാവക്രനും ചിരിച്ചു. അപ്പോൾ എല്ലാവരുടെയും ചിരി നിന്നു.